എന്തുകൊണ്ടാണ് തെരുവ് നായ്ക്കളെ അമർച്ച ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ സർക്കാരുകൾ മടിക്കുന്നത്? കഴിഞ്ഞ ദിവസം ആലങ്ങാട് കണ്ട സംഭവം എത്ര ഭീകരമാണ്. 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ തെരുവ് നായ ആക്രമിക്കുന്നു. അതിനെ രക്ഷിക്കാൻ രണ്ടാം നിലയിൽ നിന്ന് ജ്യേഷ്ഠൻ ചാടി ആ എന്നിട്ട് ആ ജ്യേഷ്ഠനെയും തെരുവ് നായ ആക്രമിക്കുന്നു. എത്ര ഭീകരമായ രംഗമാണ്. മാധ്യമങ്ങളൊക്കെ ആ ജ്യേഷ്ഠന്റെ വീരകൃത്യത്തെ പുകഴ്ത്തി. അത് തീർച്ചയായിട്ടും ആ ജ്യേഷ്ഠനെ അവന്റെ ആ പ്രവൃത്തിയെ അങ്ങേയറ്റം പക്ഷേ അതിൻ്റെ ആധാരമായിട്ട് നടന്ന ആ സംഭവം, തെരുവ് നായ്ക്കൾ വന്ന് കുഞ്ഞുങ്ങളെ വരെ ആക്രമിക്കുന്ന ആ സംഭവം, അത് എന്തുകൊണ്ടാണ് അമർച്ച ചെയ്യാൻ പറ്റാത്തത്? തെരുവ് നായ്ക്കളെ മെയ് 19 സുപ്രീം കോടതിയുടെ അതിപ്രധാനമായ വിധി വന്നില്ലേ? അക്രമകാരികളായ പട്ടികളെ കൊല്ലണമെന്നാണ് പറഞ്ഞത് സുപ്രീം കോടതി. കൊന്നുകളയണമെന്നാണ് പറഞ്ഞത് അക്രമകാരികളായിട്ടുള്ളത്. അതുപോലെ സ്കൂളിൻ്റെ പരിസരത്ത്, ഹോസ്പിറ്റൽ പരിസരത്ത്, അതുപോലെ ബസ് സ്റ്റാൻഡുകളിൽ ഇവിടെയൊന്നും നായ്ക്കളെ കാണാനേ പാടില്ല. അത് ഗവൺമെന്റുകൾ നിയന്ത്രിക്കണം, അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് വിധി വന്നു. സുപ്രീം കോടതിയുടെ വിധി എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തുകൂടെ പോകുമ്പോൾ 2-3 പട്ടികളുടെ നടുക്ക് കിടന്ന് ഒരാൾ ഉറങ്ങുന്ന കണ്ടു. ചുറ്റുമെല്ലാം പട്ടികളാണ്. ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളാണല്ലോ ഇത് നടപ്പിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കാത്തത്? ബിജു പ്രഭാകർ IAS അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിൽ പിന്നിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ തെരുവ് നായ്ക്കളെ ഇങ്ങനെയൊക്കെ ഉന്മൂലനം മടിക്കുന്നതിൻ്റെ പിന്നിൽ വലിയ ലോബികളുടെ സമ്മർദ്ദമുണ്ട് എന്ന് പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കും. കാരണം സുപ്രീം കോടതി വിധി വന്നിട്ടും ഇപ്പോഴും നിർബാധം തെരുവ് നായ്ക്കൾ നമ്മുടെ തെരുവുകളിലൂടെ നടക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർക്കാരുകളുടെ പരാജയമാണ്. അത് സർക്കാർ, ജനത്തോട് പ്രതിബദ്ധതയുള്ള സർക്കാരുകൾ അടിയന്തരമായിട്ട് കോടതി വിധി പോലും വന്നിട്ട് പോലും ചെയ്യാതിരിക്കുന്നത് അക്ഷന്തവ്യമായ വീഴ്ചയാണ്. അടിയന്തരമായി ഈ കാര്യത്തിൽ അതുപോലെ ചിലരുടെയൊക്കെ പ്രസംഗം, ഒരാൾ പ്രസംഗിക്കുന്നത് കണ്ടു, മനുഷ്യരെ പോലെ തന്നെ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ തത്തുല്യമായ രീതി, ഒരേ രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടത്രേ. എത്രയോ അസംബന്ധമാണ് പറയുക. ഒരു പരിഷ്കൃതമായ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പ്രസംഗം പറയാണെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഒരു ചീരക്കറി പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. കാരണം സസ്യങ്ങൾക്കും ജീവനുണ്ടല്ലോ. എന്താണ് മനുഷ്യനോട് തുലനം ചെയ്യാൻ യാതൊന്നിനും പറ്റില്ല. മനുഷ്യനെ ഉപദ്രവിക്കുന്ന, മനുഷ്യന്റെ ജീവനെ അപകടത്തിലാക്കുന്ന സർവ്വതിനെയും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. കോടതി വിധി വന്നിരിക്കുന്നു. സർക്കാരുകൾ, VD സതീശന്റെ സർക്കാർ ജനപ്രതിബദ്ധതയോടെ പല കാര്യങ്ങൾ ചെയ്തു. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: ഈ തെരുവ് നായ്ക്കളെ തെരുവുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക. അപകടകാരികളായിട്ടുള്ള കൊന്നു തന്നെ കളയാൻ പ്രത്യേകമായിട്ട് കോടതിയുടെ വിധിയുണ്ട്. അത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്.